എടുത്ത് അതിനെ ഈ നാടിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും വിപണനം ചെയ്യുന്നു. ആ കൃഷിക്കാരെ പ്രചോദനം നൽകി കൃഷിയെടുപ്പിക്കാൻ താല്പര്യപ്പെടുത്തുകയാണ് ഈ ഗവൺമെൻറ്റും മറ്റുള്ളവരും വേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടുന്ന അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്തിനാ ഇനി കൃഷി എന്ന് തോന്നിപ്പോകുന്നു കേട്ടോ. അങ്ങനെ പാടില്ല. ഇത്രയും കാലം കൃഷി നന്നായിട്ട് വിളയിപ്പിച്ചെടുത്ത നമ്മുടെ പൂർവികന്മാർ അച്ഛന്മാർ മുതൽ അവർക്ക് അന്ന് കൃഷിഭവനോ കൃഷി ഓഫീസർമാരോ ഇല്ലാണ്ടാണ് അവർ 100 പേര് വിളയിപ്പിച്ചു വന്നിരിക്കുന്നത്. ഈ കൃഷി ഓഫീസ് വന്ന പിന്നെയാണ് നമ്മുടെ ഈ ഭൂമി ഇത്രയും നശിപ്പിച്ചതും. അത് ഈ കൃഷിഭവൻ മൊത്തം പാടെ ഒഴിവാക്കി കർഷകർക്ക് അതിൻ്റേതായിട്ടുള്ള ഈ കർഷകർ അവർക്ക് 70, 80, 1 ലക്ഷം വരെ ശമ്പളമുള്ള കൃഷി ഓഫീസർമാരാണ്. അതുപോലെ തന്നെ ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഗവൺമെൻറ് കൃഷി ഓഫീസിന് വേണ്ടിയിട്ട് കൃഷി നടത്താൻ വേണ്ടി സർക്കാർ ഏറ്റെടുത്ത് ഇരിക്കുന്നത്. അത് വെറുതെ ഇട്ട് കിടക്കുകയാണ്. അതൊക്കെ പാവപ്പെട്ട കർഷകർക്ക് വിട്ടുകൊടുത്ത് അവർ ഇഷ്ടം പോലെ പച്ചക്കറിയോ അല്ലെങ്കിൽ നെല്ലോ ഉൽപ്പാദിച്ച് അന്നം അടുത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർഷകൻ എന്ന് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ഒരു മുദ്രാവാക്യം അടക്കം നമ്മൾ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഇന്ന് കാണുന്നില്ല. ഇന്ന് കാണുന്നത് എന്താണ്? അഴിമതിയുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ നമ്മൾക്ക് കൃഷിഭവൻ മുഖാന്തരം നമുക്കൊരു 1000 രൂപ തരുന്നത് അവർക്ക് ഒരു കമ്മീഷൻ കിട്ടുന്ന വിധത്തിലാണ് അവർ നിൽക്കുന്നത്. അതിനാൽ മൊത്തം കൃഷിഭവൻ ഓഫീസേ എടുത്തു കളഞ്ഞ് നമ്മൾക്കുള്ള ആനുകൂല്യങ്ങൾ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നൊരു കേന്ദ്ര ഗവൺമെൻറ് ഒരിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് വടക്കേ ഇന്ത്യയിൽ ഒക്കെ ഉണ്ട്, പ്രാബല്യത്തിൽ വന്നു. അതുപോലെ നമുക്ക് നേരിട്ടുള്ള പണം നേരിട്ട് തന്നു കഴിഞ്ഞാൽ കർഷകർക്ക് ആയിരിക്കും അത് ഓരോ ചാക്ക് വളത്തിന് 800, 1000 ആയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. നമുക്കുള്ള പണം കറക്റ്റായിട്ട് ഒരു കിലോ നെല്ലിന് എത്ര രൂപ ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് നമ്മളതിൽ തന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും പ്രശ്നമേ അല്ല.